DCB മീഡിയയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സന്തോഷകരമായ ഇൻഫോർമേഷനുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കുടിശ്ശിക പെൻഷൻ വിതരണത്തിന്റെ എല്ലാ വിവരങ്ങളും അറിയുന്നതിനായി വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഡിസംബർ 30 വരെയാണ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ക്രിസ്മസിന് മുൻപേ പെൻഷൻ ലഭിച്ചിരുന്നു. എങ്കിലും വീടുകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവരിൽ അധികം പേർക്കും ക്രിസ്മസിന് ശേഷമാണ് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങിയത്. എന്നാൽ ഇതിനിടയിൽ കഴിഞ്ഞ മാസം വിതരണം ചെയ്ത ജൂലൈ പെൻഷൻ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസ പെൻഷനും ലക്ഷക്കണക്കിന് പേർക്ക് ലഭിച്ചില്ലെന്ന വാർത്തകൾ എത്തിയിരുന്നു. ഒടുവിൽ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. നേരത്തെ 60 ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ മാസമായപ്പോഴേക്കും അത് ഏകദേശം 50 ലക്ഷത്തോളമായി കുറഞ്ഞിരുന്നു. എന്നാൽ സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ വിവിധ കാരണങ്ങളാൽ പുറത്തായ 3,13,000 പേരുടെ പെൻഷൻ ഇപ്പോൾ പുനഃസ്ഥാപിച്ചതായി സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഈ 3 ലക്ഷത്തിലധികം പേർക്ക് ലഭിക്കില്ലെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ മുതലായിരിക്കും ഇവർക്ക് ഇനി പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ വിഭാഗ പെൻഷൻകാരിൽ മസ്റ്ററിംഗ് ചെയ്യാതിരുന്നവർക്കും പുനർവിവാഹിത അല്ല എന്നിവ പോലുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാതിരുന്നവർക്കുമാണ് പെൻഷൻ മുടങ്ങിയത്. അതിനാൽ നവംബറിൽ വിതരണം ചെയ്ത ജൂലൈ പെൻഷനും ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് പെൻഷനും ലഭിക്കാത്തവർ ഉടനെ തന്നെ നിങ്ങളുടെ പെൻഷൻ ID അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സേവനയുടെ പെൻഷൻ പോർട്ടലിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. പെൻഷൻ റദ്ദായവരുടെ പട്ടികയിലാണെങ്കിൽ നിങ്ങൾ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിച്ച് പെൻഷൻ പുനഃസ്ഥാപിച്ചെടുക്കുവാൻ ഈ മാസം 30-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഈ 30-ന് അവസാനിക്കുന്നതോടെ പുതുവർഷമായ ജനുവരിയിൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കും. നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ മറിയക്കുട്ടി നൽകിയ കേസ് ഹൈക്കോടതിയിൽ നടന്നുവരികയാണ്. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതും സാമ്പത്തിക ഞെരുക്കവുമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്ക് കാരണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് പണമുണ്ടെന്നും ക്ഷേമ പെൻഷൻ നൽകാത്തത് സർക്കാർ മറ്റു കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് കൊണ്ടാണെന്നുമുള്ള ഹൈക്കോടതിയുടെ പരാമർശം സർക്കാരിന് തിരിച്ചടിയാവുകയും ചെയ്തു. കേന്ദ്രത്തിനോടും കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി അനുകൂല നടപടികളും വരികയാണ്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കടമെടുപ്പ് നേരത്തെയാക്കുവാൻ കേന്ദ്രം അനുവദിച്ചു. ഇതുകൂടാതെ അധിക നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിന്റെ ഭാഗമായി 1,404 കോടി രൂപയും ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതിനാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ 2ാം ഗഡു ജനുവരി ആദ്യത്തിൽ തന്നെ വിതരണം ചെയ്യുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് ധനവകുപ്പ്. ജനുവരിയിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസ് വീണ്ടും ഹൈക്കോടതിയിൽ വിചാരണയ്ക്ക് വരും. കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ എന്ന പേരിൽ പെട്രോൾ, ഡീസൽ, മദ്യം എന്നിവയ്ക്ക് സെസ് പിരിക്കുന്ന കാര്യം മറിയക്കുട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്ഷേമ പെൻഷൻ നൽകാനായില്ലെങ്കിൽ 3 മാസത്തെ ചിലവ് സർക്കാർ വഹിക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കോടതിയിൽ നിന്ന് കൂടുതൽ തിരിച്ചടി കിട്ടുന്നതിന് മുൻപേ 1-2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്ന കാര്യം സർക്കാർ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.